ദാസിനെ കുറിച്ച് എന്ന് പറയുന്നത്. ദാസ് എന്നുള്ള പേര് അർത്ഥമില്ല. ദാസൻ എന്ന് പറയുന്നത് അർത്ഥം ശരിക്കും ശരി. പക്ഷെ മലയാളത്തിലെ അടിമ എന്നല്ല പറയാ. അപ്പൊ അടിമ എന്നുള്ള വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യണ്ടാവും അല്ലെ? അടിമ. അപ്പൊ നമ്മൾ ഉടയോന്ന് പറയില്ലേ, അടിമ എന്നാണ്. പക്ഷെ അതല്ല നമ്മൾ ഞാൻ പറഞ്ഞ പോലെ അതല്ല, അടിമയല്ല. അപ്പൊ ഈ അടിമ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ശരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നും നേരിട്ട് അടിമത്തം സ്വീകരിച്ചാണ്. അതായത് ഗോഡിൽ നിന്ന് നേരിട്ട് അടിമ സ്വീകരിക്കുന്ന അതാണ് അങ്ങനെ വന്നാണ്. പിന്നീട് ഇപ്പൊ മൂദേവി എന്ന് പറഞ്ഞ സാധനം മൂത്ത ദേവി ഇങ്ങനെ ആയില്ലോ അതുപോലെ. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ശനി ദാസിന് ചാർത്തി കൊടുക്കുമ്പോ പ്രശ്നം എന്താ വെച്ചാൽ രണ്ടും ഒരു അടുത്തടുത്ത കള്ളികളല്ലേ. ഒരു ഗുണമുണ്ട്, നമുക്ക് ഒരു വീട് നമ്മൾ അടുത്തടുത്ത് ഉണ്ടായ എന്താ പ്രശ്നം, നമ്മള് ഒരു രാത്രി അവിടെ പോകും, പകൽ ഇപ്പുറത്ത് വരിക്കും, ഇവിടുന്ന് ചായ പിടിക്കും, അവിടെ ചോറുണ്ടാന്ന് പറയും അല്ല. ഇത് ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ശനി ഗ്രഹം കൺട്രോൾ ചെയ്യുന്ന എല്ലാവർക്കും അങ്ങനെ ദാസനങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കും. ശ്രീ എൻ കെ മിത്രാത്മജൻ സാറ്, അതുപോലെ ദിലീപേട്ടൻ, ആര്യകൃഷ്ണ, അതുപോലെ ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ച രതീഷേട്ടൻ, മറ്റാളുകൾ, കൂടാതെ ജ്യോതിഷം എന്ന ജ്യോതിഷം എന്ന വിജയത്തിന്റെ കല പഠിക്കുന്ന ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഈ 21ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അറിവുകള് എത്രത്തോളം അറിവുകള് നമ്മുടെ കയ്യിലുണ്ടോ അത്രത്തോളം നമുക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിലുപരി എക്സ്ട്രാ നോളജുകൾ ഉള്ള ആളുകൾക്ക്, അതായത് ജ്യോതിഷം അതുപോലത്തെ എക്സ്ട്രാ നോളജുകൾ അധികം ആളുകൾക്ക് ഇല്ലാത്ത അറിവുകളുള്ള ആളുകൾക്ക് അതിലും ഗംഭീരമായിട്ട് വിജയിക്കാൻ സാധിക്കുന്ന ഒരു നൂറ്റാണ്ടാണ് 21ാം നൂറ്റാണ്ട്. അപ്പോൾ നിങ്ങളെ ഏവർക്കും ഈ 21ാം നൂറ്റാണ്ടില് എക്സ്ട്രാ നോളജ് ആയ ജ്യോതിഷം എന്ന ഈ കല പഠിച്ചെടുത്ത് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് മറ്റൊരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഉച്ച കഴിഞ്ഞ് ഉണ്ടാവുന്നതല്ല, അതിനെ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.